All set. Let's crack it. Good morning all. Good morning all and welcome to today's session. അപ്പോൾ ഇന്ന് നമ്മളെ പവർ ഔട്ടാണ്, പവർ ഫെയിലിയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ചിലപ്പോൾ എല്ലായിടത്തും കാണാൻ സാധ്യതയുണ്ട്. ഓഡിയോ ക്വാളിറ്റിയിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓക്കെ ഫൈൻ എല്ലാം ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്പോട്ട് തിയറാണ്. സ്പോട്ട് തിയർ നമ്മളെ CGL 2022 ഏപ്രിൽ നടക്കാൻ പോകുന്ന CGL Tier 1 എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് സ്പോട്ട് തിയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഏത് പാർട്ടാണ്? ഗ്രാമർ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഗ്രാമർ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ മുമ്പായിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്, അതായത് എനിക്ക് ടീച്ചിങ് SSC റെയിൽവേ എക്സാംസിനാണ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളത്. ടോട്ടൽ ഓഫ് 4 years of teaching experience, almost 2 വർഷം 2 years of online experience teaching in Kerala's leading platform. അതായത് ഓൺലൈൻ ടീച്ചിങ്ങിന് ഉള്ള എക്സ്പീരിയൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ 2 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷും മാത്സും ആണ് മെയിനായിട്ട് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അൺഅക്കാഡമിയുടെ 2 ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് റേസ് എ ഹാൻഡ് ഫീച്ചറും അതുപോലെ ആസ്ക് എ ഡൗട്ട് ഫീച്ചറും. റേസ് എ ഹാൻഡ് ഫീച്ചറിൽ എത്രയേ ഉള്ളൂ, നിങ്ങൾ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, അതായത് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അൺഅക്കാഡമി ആപ്പിലോ വെബ്സൈറ്റിലോ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് റേസ് ചെയ്യുകയാണ്. അങ്ങനെ റിക്വസ്റ്റ് റേസ് ചെയ്യുമ്പോൾ എഡ്യൂക്കേറ്റർ ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡ്യൂക്കേറ്ററോട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. നേരിട്ട് സംസാരിച്ച് മൈക്ക് വഴിയായിട്ട് സംസാരിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതാണ് റേസ് എ ഹാൻഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആസ്ക് എ ഡൗട്ട് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. ആസ്ക് എ ഡൗട്ട്, അതായത് നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ, ചോദ്യങ്ങളിൽ വരുന്ന സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ ഏത് ക്വസ്റ്റ്യനിലാണോ നിങ്ങൾക്ക് സംശയമുള്ളത് ആ ക്വസ്റ്റ്യൻ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് 3 ഡൗട്ട്സ് വരെ ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിന് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഡൗട്ടുകൾക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് സോൾവ് ചെയ്യണം എന്നുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അത് അൺഅക്കാഡമി ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ, ഡൗട്ടുകൾ സോൾവ് ചെയ്യാൻ, ഓക്കെ, ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടിയിട്ട്, ഡൗട്ട് ചോദിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഈ ആസ്ക് ഡൗട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഓൾസോ പോസ്റ്റ് 2 അഡീഷണൽ ഡൗട്ട്സ്, ക്ലിക്ക് ക്രോപ്പ് ആൻഡ് സബ്മിറ്റ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി എഡ്യൂക്കേറ്ററും ലേണറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫീച്ചേഴ്സ് ഉള്ളത്. അപ്പോൾ ഇത് മേക്ക് യൂസ് ഓഫ് ദിസ്. ഈ 2 ഫീച്ചേഴ്സ് നിങ്ങളുടെ ഡൗട്ടിൻ്റെ പ്രയോറിറ്റി ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ്ക് ഡൗട്ട് ഫീച്ചറും അതുപോലെ റേസ് എ ഹാൻഡ് ഫീച്ചറും അതിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി ലഭിക്കും. നിങ്ങളുടെ ഡൗട്ടിനായിരിക്കും പ്രയോറിറ്റി. ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ഡൗട്ടിന് സൊല്യൂഷൻ ലഭിക്കും. അതുപോലെ തന്നെ റേസ് എ ഹാൻഡ് ഫീച്ചറിൽ നിങ്ങൾക്കായിരിക്കും ആദ്യം സംസാരിക്കാനുള്ള ചാൻസ് ലഭിക്കുക. അപ്പോൾ ഇതിന് സബ്സ്ക്രിപ്ഷൻ പറയുന്നത് 6 മാസത്തേക്ക് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരും. 6480 ആണ്. 6480. 1 വർഷത്തേക്കാണെങ്കിൽ 7800. 6 മാസത്തേക്ക് 6400 അല്ലേ? ഓക്കെ, 2 വർഷത്തേക്കാണെങ്കിൽ 9360 ആണ്. ഇതിൻ്റെ വാല്യൂ 10% ഓഫ് ഉണ്ടാകും. VCN 10 എന്ന് പറഞ്ഞൊരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഓഫ്. ഇനി പ്ലസ്സിലേക്ക് വരുമ്പോൾ പ്ലസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സിന് പുറമെയാണ് ഈ 2 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഈ 2 പ്രയോറിറ്റി എന്ന് പറയുന്നത്. പ്ലസ്സിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ദാറ്റ് ഈസ് കോഴ്സസ് ദാറ്റ് കവർ ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദ സിലബസിലെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആയിരിക്കും SSC ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടോപ്പ് SSC എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും. അതുപോലെ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. ടെസ്റ്റുകൾ വീക്ക്ലി ആയി ടെസ്റ്റുകൾ നടത്തും. ഈ ടെസ്റ്റുകൾ ബേസ് ചെയ്ത് ടെസ്റ്റ് അനാലിസിസ് ഉണ്ടാകും. ടെസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ടെസ്റ്റ് അനാലിസിസ് ബേസിക്കലി ഒരു റിപ്പോർട്ടാണ്. റിപ്പോർട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് ടെസ്റ്റിൽ പെർഫോം ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് അനാലിസിസ് ഈ റിപ്പോർട്ട് കാർഡിൽ ഉണ്ടാവുക. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് നിങ്ങൾ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണ്, സ്ട്രോങ് ഏരിയാസ് ഏതൊക്കെയാണ്. അപ്പോൾ വീക്ക് ഏരിയാസ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പേഴ്സണൽ ഗൈഡൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എക്സ്പേർട്ട് ഗൈഡ് ലൈൻസ് ഫ്രം എക്സാം എക്സ്പേർട്ട്. സ്റ്റഡി പ്ലാനർ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വിത്ത് ബൈ വീക്ക്ലി റിവ്യൂസ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ റുട്ടീൻ അനുസരിച്ച് അല്ലേ, നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ റുട്ടീൻ അനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വിത്ത് ബൈ വീക്ക്ലി റിവ്യൂസ് ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട്. ഇനി സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും, സ്പെഷ്യലൈസ്ഡ് നോട്ട്സ് ആൻഡ് പ്രാക്ടീസ് സെറ്റ്സ്. ഇതിന് ഡിഫറെൻറ്റ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് എന്ന് പറയുന്നത് 1 മാസത്തേക്ക് 1350 ആണ്. 3 മാസത്തേക്ക് 3000, അതായത് എല്ലാ മാസവും 1350 രൂപ കൊടുക്കുന്നവരും 3 മാസം കൂടി 3400,
6 മാസം കൂടി 5400, ഒരു വർഷം കൂടി 6500, 2 വർഷം അല്ലേ, ഒരു വർഷത്തിന് 6500, 2 ഇയേഴ്സ് ആണെങ്കിൽ 7800 എന്ന രീതിയിൽ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 6 months എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പെർ മന്ത് തന്നെ 900 ആണ് വരുന്നത്. 900 ഇൻസ്റ്റെഡ് ഓഫ് 1350 പകരം 900 ആണ് അടിക്കുക, 900 rupees. അതിന് മേലെ 10% ഓഫ് ഉണ്ടാവും, -10% ഉണ്ടാവും. VCN 10 എന്ന് പറഞ്ഞിട്ട് കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ്, അൺഅക്കാഡമിയുടെ ഏതെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ് കാണുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ആളാണ് നിങ്ങളെങ്കിൽ, ഒരു പ്രത്യേക വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. റിപ്പോർട്ട് എനി ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ് യൂസിങ് ദ ഫോം ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് യു ക്യാൻ ക്ലെയിം എ പ്രൈസ്. ഓൾ സെറ്റ്, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. അപ്പോൾ നോക്കുക, സ്പോട്ട് ദി എറർ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്രാമർ പാർട്ടിൽ നിങ്ങൾക്ക് നിങ്ങൾ നേരിടാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് സ്പോട്ട് ദി എററും സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്. സ്പോട്ട് ദി എററിൽ ഏത് ഭാഗത്താണ് എറർ എന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി. സെൻറ്റൻസ് എറർ കറക്ഷൻ ആണെങ്കിൽ എന്താണ്, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സെൻറ്റൻസ് എറർ കറക്ഷൻ ആണെങ്കിൽ എന്താണ്, അത് പിന്നെ എങ്ങനെയാണ് ആ കറക്ഷനുള്ള ഭാഗം അല്ലെങ്കിൽ ആ എററുള്ള ഭാഗം ശരിയാക്കേണ്ടത് എങ്ങനെയാണ് എന്നുകൂടി പറയേണ്ടി വരും. ലാഗ് ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നോക്കാം, ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഓഫ് ദ സെന്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ഗ്രാമാറ്റിക്കൽ എറർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. ഗ്രാമാറ്റിക്കൽ എറർ ഉള്ള ഭാഗം നോക്കിയാൽ മതി. സോ മൈ ഗ്രാൻഡ് മദർ ഇസ് ക്വൈറ്റ് കൺസേൺഡ് ടു മൈ പ്രോഗ്രസ് അറ്റ് സ്കൂൾ. അപ്പോൾ കൺസേൺഡ് ടു അല്ലേ, ഇവിടെയാണ് ഈ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളത്. അപ്പോൾ എവിടെയുള്ളത്, കൺസേൺഡ് അല്ല, ഈ ടൂലാണ് മിസ്റ്റേക്ക് ഉള്ളത്. എക്സ്ക്യൂസ് മീ. അപ്പോൾ അറ്റ് സ്കൂൾ, ഓപ്ഷൻ ഡി, അറ്റ് എന്ന് പറയാം അല്ലേ, അറ്റ് സ്കൂൾ എന്ന് പറയാം. അല്ലാതെ അതായത് കൺസേൺഡ് എന്നതിൻ്റെ കൂടെ ടു അല്ല ഉപയോഗിക്കുക, ആറ്റ് ആണ് ഉപയോഗിക്കുക. ആറ്റ് എന്നാണ് ഉപയോഗിക്കുക. എന്തെങ്കിലും കാര്യത്തിൽ കുറച്ച് ടെൻഷനുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ കുറച്ച് ആകുലതയുണ്ട്, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ, കൺസേൺ ഉണ്ടെങ്കിൽ നമ്മൾ കൺസേൺഡ് ആറ്റ് എന്നാണ് പറയുക. കൺസേൺ അതിനുശേഷം ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ ടു അല്ല, ആറ്റ്. കൺസേൺ ആറ്റ് മൈ പ്രോഗ്രസ്. ഓക്കെ, ഇറ്റ്സ് ക്വയറ്റ് കൺസേൺ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, സ്കൂളിലെ എൻ്റെ ഒരു മുന്നേറ്റം അല്ലേ, പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ മുന്നേറ്റം എന്ന് പറയാം അല്ലേ, ആ ഒരു മുന്നേറ്റത്തെക്കുറിച്ച് അതിനെ ചൊല്ലി എൻ്റെ ഗ്രാൻഡ് മദറിന് ചെറിയ അത്യാവശ്യം കുറച്ച് കൺസേൺ ഉണ്ട്, പേടിയുണ്ട്. He gave such a long speech but everybody felt bored. അപ്പോൾ നോക്കുക, ബട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കൺജങ്ഷൻ ഉപയോഗിച്ചിട്ട് രണ്ട് ക്ലോസ് പറയുന്നുണ്ട്, രണ്ട് ക്ലോസുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഹി ഗേവ് സച്ച് എ ലോങ് സ്പീച്ച്, ഇതൊരു ക്ലോസ് ആണ്. അതുപോലെ തന്നെ എവ്രിബഡി ഫെൽറ്റ് ബോർഡ്, ഇത് രണ്ടും എന്ത് ടൈപ്പ് ക്ലോസ് ആണ്, ഇത് രണ്ടും ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ് അല്ലേ, രണ്ടും ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. നമ്മൾ ക്ലോസുകളെ കുറിച്ച് നമ്മൾ ഇന്നലത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ഡിപെൻഡൻറ്റ് ക്ലോസ്. അപ്പോൾ രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്ലോസ് നമുക്ക് വേറെ വെക്കാം. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, കോൺടെക്സ്റ്റ് വായിച്ച് നോക്കുമ്പോൾ എന്താണ്, ഹി ഗേവ് സച്ച് എ ലോങ് സ്പീച്ച് എവ്രിബഡി ഫെൽറ്റ് ബോർഡ്. അപ്പോൾ ലോങ് സ്പീച്ച് കൊടുത്തപ്പോൾ എല്ലാവർക്കും ബോറടിച്ചു. അപ്പോൾ രണ്ട് ക്ലോസിലും പറയുന്ന കാര്യങ്ങൾ സിമിലർ ആണ്, അല്ലെങ്കിൽ ഒന്ന് മറ്റേതിന് കാരണമാണ് അല്ലേ, അല്ലാതെ രണ്ടും കോൺട്രാസ്റ്റിങ്ങോ ഓപ്പോസിറ്റോ ഒന്നുമല്ല. ഓപ്പോസിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ബട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബട്ട് യൂസ് ചെയ്യുന്ന എപ്പോഴാണ്, ആദ്യത്തെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആണ് നമ്മൾ ബട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ബട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഹി ഗേവ് സച്ച് എ ലോങ് സ്പീച്ച്, ഈ ബട്ടിലാണ് മിസ്റ്റേക്ക്. പക്ഷേ എന്താ ഞാൻ ഉപയോഗിക്കുക, അതിന് പകരം ഉപയോഗിക്കുക ദാറ്റ് എന്ന് ഉപയോഗിക്കുക. ഹി ഗേവ് സച്ച് എ ലോങ് സ്പീച്ച് ദാറ്റ് എവ്രിബഡി ഫെൽറ്റ് ബോർഡ്. ഇവിടെ സച്ച് ദാറ്റ് എന്നുള്ളൊരു കോമ്പിനേഷനാണ്. സച്ച് ദാറ്റ്, it was such a horrible movie that we felt disgusted എന്ന് പറയാം അല്ലേ. such dash that, such that. okay, he gave such a long speech that everybody felt bored എന്നാണ് പറയേണ്ടത്. അപ്പോൾ കോണ്ടെക്സ്റ്റ് വായിക്കുക, ആ ക്ലോസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ആ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു കാര്യത്തിന് കാരണമായിട്ടാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നതെങ്കിൽ അങ്ങനെ പറയാം അല്ലേ. അതിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ബട്ടൺ, അങ്ങനെയാണെങ്കിൽ മാത്രം ബട്ടൺ യൂസ് ചെയ്യാം. Craze for a thing that are not easily available in our country is a common phenomenon. Craze for a thing that are not easily available in our country. ഈ that, which, who
ദാറ്റ്, വിച്ച്, ഹു, ഇതൊക്കെ റിലേറ്റീവ് പ്രൊണൗൺസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിലേറ്റീവ് പ്രൊണൗൺസ്. റിലേറ്റീവ് പ്രൊണൗൺസിൻ്റെ ജോലി എന്താണ്? സെൻറ്റൻസിലെ മറ്റു വാക്കുകളെ റെഫർ ചെയ്യുക, അല്ലേ? മറ്റു വാക്കുകളെ റെഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തിനാണ് റെഫർ ചെയ്യുന്നത്? ക്രേസ് ഫോർ എ തിങ്, അല്ലേ? അല്ലെങ്കിൽ എ തിങ് ആണ് ഇവിടെ, തിങ്ങിനെയാണ് റെഫർ ചെയ്യുന്നത്. തിങ്ങിനെയാണ് റെഫർ ചെയ്യുന്നത്. ആ തിങ്ങിനോടുള്ള ക്രേസ്, ആ ക്രേസ് ആണ് കോമൺ ഫിനോമിനൻ. അപ്പോൾ ഈസിലി അവൈലബിൾ അല്ലാത്ത കാര്യങ്ങളോടുള്ള ഒരു ആക്രാന്തം അല്ലെങ്കിൽ ക്രേസ്, താല്പര്യം, ഭ്രാന്തമായ താല്പര്യം, അത് വളരെ കോമൺ ആണ് നമ്മുടെ രാജ്യത്ത്. ഇറ്റ്സ് എ കോമൺ ഫിനോമിനൻ. അപ്പോൾ ഇവിടുത്തെ ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊണൗൺ റെഫർ ചെയ്യുന്നത് എ തിങ് എന്ന് പറയുന്ന വേർഡിനെയാണ്. അപ്പോൾ എന്തിനെയാണോ, ഏത് വേർഡിനെയാണോ റെഫർ ചെയ്യുന്നത് അത് നമ്മുടെ ആൻറ്റിസിഡൻറ്റ് എന്ന് പറയും. ആൻറ്റിസിഡൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻറ്റിസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, റിലേറ്റീവ് പ്രൊണൗൺ ഏത് വേർഡിനെയാണോ റെഫർ ചെയ്യുന്നത് അതാണ് ആൻറ്റിസിഡൻറ്റ്. ഇവിടെ തിങ്ങിനാണ് റെഫർ ചെയ്യുന്നത്. സോ എ തിങ് സിംഗുലർ, സോ നമുക്ക് ആസ് അല്ല ഇസ് എന്ന് ഇട്ടാൽ മതി. ദറ്റ് ഇസ് നോട്ട് അവൈലബിൾ ഇൻ ദ കൺട്രി ഇസ് എ കോമൺ ഫിനോമിനൻ. അപ്പോൾ സെൻറ്റൻസ് വായിക്കുക, കോൺടെക്സ്റ്റ് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഏത് വേർബിനാണ്, ഏത് സബ്ജക്റ്റിനോടാണ് ഈ പെർട്ടിക്കുലർ വേർബ് ഉപയോഗിക്കുന്നത്, അല്ലേ? സോ ദാറ്റ് ഇസ് നോട്ട് ഈസിലി, ദാറ്റ് ആർ നോട്ട് അല്ല, ഇസ് നോട്ട് ഈസിലി. A large number of workers have started walking home. A large number of workers have started walking home. Worker അല്ല, എന്തായാലും workers എന്ന് പറഞ്ഞു. A large number എന്നാണ് പറഞ്ഞിരിക്കുന്നത്, workers. കാരണം ഓക്കെ, a large number എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അവിടെ നമ്പർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 100 പേര്, 100 വർക്കേഴ്സ്, എന്നുവെച്ചാൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ലാർജ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ, ഒരുപാട് ജോലിക്കാർ എന്നാണ്. ഒരുപാട് ജോലിക്കാർ, വലിയൊരു കൂട്ടം ജോലിക്കാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലിയൊരു കൂട്ടം ജോലിക്കാർ എന്ന് പറയുമ്പോൾ ഒന്നാമത് ജോലിക്കാർ എന്നായിരിക്കണം, പ്ലൂറലായിരിക്കണം, പിന്നെ പ്ലൂറൽ വേർബ് ആയിരിക്കണം. അപ്പോൾ ഹാവ് സ്റ്റാർട്ടഡ് വാക്കിംഗ് ഹോം എന്ന് പറയുന്നത് കറക്റ്റ് യൂസേജ് ആണ്. സോ ഓപ്ഷൻ ഏതാണ്? വർക്കേഴ്സ്, അല്ലേ? വർക്കേഴ്സ്, ഓപ്ഷൻ ബി. വർക്കേഴ്സ് എന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. In this lockdown period, every worker in the factory has started bring their own lunch. Okay. In this lockdown period, every worker in the factory has started. ഇവിടം വരെ കറക്റ്റാണ്, ഇവിടം വരെ കറക്റ്റാണ്. പക്ഷേ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ശരിക്കും. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. നമ്മളിന്ന് 70 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 70 ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, എവ്രി വർക്കർ, നമുക്കറിയാം എവ്രി എന്ന് പറയുന്നത് ഒരു ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ്. ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ്. ഈ ഇൻഡെഫിനിറ്റ് പ്രോണൗൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ ഹാസ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ഹാസ് സ്റ്റാർട്ടഡ് കറക്റ്റാണ്. പക്ഷേ സ്റ്റാർട്ടഡ് ബ്രിങ് അല്ല, അതിനെന്ത് വേണം? ING ഫോം വേണം. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടഡ് ING ഫോം ഓഫ് ദ വേർബാണ്. സ്റ്റാർട്ടഡ് ബ്രിങ്ങിങ് their own lunch. Started bringing their own lunch എന്നാണ് പറയാം. പക്ഷേ അവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഓപ്ഷൻ സിയിൽ മിസ്റ്റേക്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞു ഇത് IP ആണ്, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ്. ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ്. ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ് ആയിട്ടുള്ള എവ്രി, അല്ലേ? എവ്രി വൺ, എവ്രിബഡി, സോബഡി, നോബഡി, സംബഡി എന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ എന്താണ്? അതൊക്കെ സിംഗിളാണ്. സോ അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട പ്രോണൗൺ ഷുഡ് ഓൾസോ ബി സിംഗിളർ. സോ ഹിസ് ഓൺ ലഞ്ച് എന്ന് വേണം. ഹിസ് ഓൺ ലഞ്ച് എന്ന് വേണം ശരിക്കും പറഞ്ഞാൽ. 2 flyovers have been proposed in the new plan to decongest MG Road. 2 flyovers have been proposed in the new plan. അല്ല, എന്താ വേണ്ട അവിടെ? പ്രപ്പോസ്ഡ് എന്ന് വേണം. പ്രപ്പോസ്ഡ്. കാരണം അത് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിലാണ് സെൻറ്റൻസ് ഉള്ളത്. 2 ഫ്ലൈഓവേഴ്സ് പ്രപ്പോസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ 2 ഫ്ലൈഓവേഴ്സ് എന്നുള്ള ഈ സാധനമാണ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദി ഓബ്ജക്റ്റ്. അപ്പോൾ ഓബ്ജക്റ്റ് ആദ്യം വരുന്ന സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് പാസീവ് ആയിരിക്കും. സോ 2 flyovers have been proposed in the new plan to decongest MG Road. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പാസീവ് വരുമ്പോൾ ഹാവ് ബീൻ പ്രപ്പോസ്ഡ് എന്ന് വേണം. പ്രപ്പോസ്ഡ്.
I want you to complete this work by 2 days. I want you to complete this work. ഇവിടെ ബൈൻ്റെ ആവശ്യമില്ല അല്ലേ, 2 ദിവസത്തിനകം ചെയ്യണം എന്ന് പറയുമ്പോൾ in 2 days പറഞ്ഞാൽ മതി. കംപ്ലീറ്റ് ദിസ് വർക്ക് ഇൻ 2 days. ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചാൽ മതി. ഇത്ര ദിവസത്തിൽ തീർക്കണം എന്ന് പറയുമ്പോൾ ഐ വാണ്ട് യു ടു കംപ്ലീറ്റ് ദിസ് വർക്ക് ഇൻ 2 days. അല്ലെങ്കിൽ നമ്മൾ ബൈ ഇന്നിന് പകരം വേറെ നമ്മൾ ഉപയോഗിക്കാം, വിത്തിൻ എന്നും ഉപയോഗിക്കാം, വിത്തിൻ എന്നും ഉപയോഗിക്കാം, അതും കറക്റ്റാണ്. വിത്തിൻ 2 days, ഇൻ 2 days എന്നൊക്കെ പറയാം. പക്ഷെ എന്തായാലും ബൈ തെറ്റാണ്, ബൈ എന്ന് പറയുന്നത് തെറ്റാണ്. Neither Sam nor I are interested in attending the meeting. Neither nor. Neither nor. Either or. അല്ലെങ്കിൽ വെറും ഓർ അല്ല, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ വേർബ് ആരോടാണ് എഗ്രി ചെയ്യുക? വേർബ് എഗ്രീസ് ടു ദ നൗൺ ഓർ പ്രോണൗൺ ദറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ഇറ്റ്. ഇവിടെ വേർബ് ഏതാണ്? വേർബ് ആറാണ്. ഈ വേർബിന് ഏറ്റവും അടുത്തുള്ള ആരാണ്? ഐ ആണ്. ഐ എന്താണ്? സിംഗുലർ ആണ്. സോ എന്ത് വേണം? ആം. അതിനോട് എഗ്രി ചെയ്യുന്ന അല്ലേ, ആ അടുത്തുള്ള നൗണിനോടോ പ്രോനൗണിനോടോ എഗ്രി ചെയ്യുന്ന വേർബ് ആയിരിക്കണം. സോ നൈദർ സാം നോർ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ അറ്റൻഡിങ് ദ മീറ്റിംഗ് എന്ന് വേണം പറയാം. ആം ഇൻട്രസ്റ്റഡ് ഇൻ അറ്റൻഡിങ് ദ തിങ്. ഓക്കെ, ഓപ്ഷൻ ഡി. നമ്മൾ ചിലപ്പോൾ ഇതിന് പകരം സിംഗുലർ ആണെന്ന് പറഞ്ഞിട്ട് ആറിന് പകരം ഇസ് ഇട്ടാളെ, പക്ഷെ ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഐ ഇസ് എന്ന് പറയില്ല. സോ നൈദർ സാം നോർ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ അറ്റൻഡിങ് ദ മീറ്റിംഗ്. In attending the meeting. Okay. Poor people have run down of food supplies during the lockdown. Poor people have run down എന്നല്ല, റൺ അതൊരു ഫ്രേസൽ വേർബാണ്. ഫ്രേസൽ വേർബാണ്. റൺ ഡൗൺ എന്നല്ല, നമ്മളെന്താ പറയുക? റൺ ഔട്ട് എന്ന് പറയാം അല്ലേ? റൺ ഔട്ട് ഓഫ് ഫുഡ് സപ്ലൈസ്. റൺ ഔട്ട് ഓഫ് ഫുഡ് സപ്ലൈസ്. റൺ ഔട്ട് എന്ന് പറയുമ്പോൾ കയ്യിൽ തീർന്നു പോയി, ഇല്ലാതെ പോയി, കഴിഞ്ഞു പോയി എന്നർത്ഥം. ഇപ്പോൾ ഫുഡ് സപ്ലൈസ് ലോക്ക്ഡൗണിൽ സമയത്ത് ഫുഡ് സപ്ലൈസ് കഴിഞ്ഞു പോയി. റൺ ഔട്ട് ഓഫ്, റൺ ഡൗൺ ഓഫ് അല്ല, റൺ ഔട്ട് ഓഫ്. ഓപ്ഷൻ ഡി. നോ വൺ ഓഫ് ദം കെയിം ടു ദ ഇനോഗ്രേഷൻ ഓഫ് a ന്യൂ ഫാക്ടറി. നോ വൺ ഓഫ് ദം അല്ല എന്ന് പറയുന്നത് നൺ ഓഫ് ദം. നൺ ഓഫ് ദം എന്നാണ് അവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള. നൺ ഓഫ് ദം കെയിം ടു ദ ഇനോഗ്രേഷൻ ഓഫ് a ന്യൂ ഫാക്ടറി. ഈ നൺ ഓഫ് ദം എന്ന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം അവിടെ ക്ലിയർ ആണ്. വൺ തിങ് ഇസ് പക്ക 100% എഫേർമേറ്റീവ്, ക്ലിയർ. എന്താണിത്? നൺ എന്ന് പറയുമ്പോൾ നമ്മൾ മോർ ദാൻ രണ്ടിൽ കൂടുതൽ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. രണ്ടിൽ കൂടുതൽ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് ഈസ് അല്ലേ, ഇപ്പോൾ എന്തായാലും ഒരു മിനിമം 3 ആൾക്കാരുണ്ടാവും. 3 ആളുകളെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ മിനിമം 3 തൊട്ട് 4 അല്ലെങ്കിൽ 5, 6, 3 തൊട്ട് മേലോട്ട് ഉള്ള നമ്പർ ഓഫ് ആളുകളെ കുറിച്ചാണ് പറയുക. അതുകൊണ്ടാണ് നൺ എന്ന് പറയാം അല്ലേ. 2 പേരെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എന്താ പറയുക? നൈദർ. 2 പേരെ കുറിച്ചാണെങ്കിൽ നൈദർ, 2ൽ കൂടുതലാണെങ്കിൽ നൺ. You must be careful about what you say as you meet her. You must be careful about what you say as you meet her എന്ന് പറയുമ്പോൾ ഇവിടെ ആസ് എന്ന് ഉപയോഗിച്ചാൽ എന്താ പറയുക? ആസ് യു ആർ വെരി ഇൻസെൻസിറ്റീവ്, ഇങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ. ആസ് യു ആർ വെരി സെൻസിറ്റീവ്, അതായത് നീ വളരെ ഇൻസെൻസിറ്റീവ് ആയതുകൊണ്ട് നീ എന്തായിരിക്കണം? വളരെ കെയർഫുൾ ആയിരിക്കണം. അബൌട്ട് വാട്ട് യു സേ. യു ആർ വെരി ഇൻസെൻസിറ്റീവ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ സെൻറ്റൻസിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? നീ അവളെ മീറ്റ് ചെയ്യുമ്പോൾ നീ പറയുന്നതിനെ കുറിച്ച് കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ വെൻ എന്നാ പറയുക. മീറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ മീനിങ് ആയതുകൊണ്ട് ആസ് അല്ല, വാട്ട് യു വാണ്ട് ഇസ് വെൻ. ഓപ്ഷൻ എ. വെൻ യു മീറ്റ് ഹർ യു മസ്റ്റ് ബി കെയർഫുൾ അബൌട്ട് വാട്ട് യു സേ വെൻ യു മീറ്റ് her. She has been a member of this club since its formation. She has been a member of this club since its formation. She has been a member of okay. Its formation എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാണ് പ്രശ്നം. ഇവിടെയാണ് പ്രശ്നം. നമുക്കറിയാം IT അപ്പോസ്ട്രഫി എസും
IT S തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് ഇസ് ദ മീനിങ്? വാട്ട് ഇസ് ദ ഡിഫറൻസ്? IT അപ്പോസ്ട്രഫി എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എന്നർത്ഥം. ഇറ്റ് ഇസ് അല്ലെങ്കിൽ ഇറ്റ് ഹാസ്. ഇറ്റ് ഇസ് അല്ലെങ്കിൽ ഇറ്റ് ഹാസിൻ്റെ ഒരു കോൺട്രാക്റ്റഡ് അല്ലെങ്കിൽ ഷോർട്ട് ഫോമാണ് ഇറ്റ് അപ്പോസ്ട്രഫി എസ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു പൊസസീവ് പ്രോണൗൺ എന്ന രീതിയിൽ അതിൻ്റെ എന്ന് പറയുമ്പോൾ, അല്ലേ, അതിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇറ്റ് ഇസ് IT അപ്പോസ്ട്രഫി എസ് ഇല്ല, IT എസ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഓക്കെ, അതിൻ്റെ, അതിൻ്റെ, അല്ലേ. സോ അതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ITS ഫോർമേഷൻ, ഇറ്റ്സ് ഫോർമേഷൻ. ഓപ്ഷൻ സി. The man played the flute and led all the mouse out of the town. The man played the flute and led all the mouse. All the mice എന്നായിരിക്കണം പറയുന്നത്. മൗസ് അല്ല, മൗസ് സിംഗുലർ ആണ്, നമുക്ക് മൈസ് എന്ന് പറഞ്ഞത്. ഓപ്ഷൻ എ, അല്ലേ, all the mice. All the mice out of the town. അല്ലേ. The venue for the wedding have not yet been finalized. Have not yet been finalized. അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ വെന്യൂ ഹാവ് നോട്ട് യെറ്റ് ബീൻ ഫൈനലൈസ്ഡ്. ഹാവ് നോട്ട് അല്ല, എന്താ പറയുക, അവിടെ ഹാവ് പ്ലൂറലാണ്, നമുക്ക് പ്ലൂറലിൻ്റെ ആവശ്യമില്ല. ഹാസ് നോട്ട് യെറ്റ് ബീൻ ഫൈനലൈസ്ഡ് മതി, അല്ലേ. വെന്യൂ ഫോർ ദ വെഡ്ഡിങ് ഹാസ് നോട്ട് യെറ്റ് ബീൻ ഫൈനലൈസ്ഡ്. കാരണം സിംഗിളറാണ്, സബ്ജക്റ്റ് സിംഗിളറാണ്. സോ സിംഗുലർ വേർബ് ആയിട്ടുള്ള ഹാസ് മതി. ഹാസ് നോട്ട് യെറ്റ് ബീൻ ഫൈനലൈസ്ഡ്. ഓപ്ഷൻ ബി. Laws and rules are made to safeguarding our rights and protect us. Laws and rules are made to safeguarding our rights. നമുക്കറിയാം 2 പ്ലസ് വേർബിൻ്റെ ING ഫോം, വേർബിൻ്റെ ING ഫോം, ഇത് തെറ്റാണ്. നമ്മളങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള കേസുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇവിടെ മെയ്ഡ് 2 + V1 ആണ് വേണ്ടത്. 2 + V1, അതായത് പ്രോപ്പർ ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ 2 + ബേസ് ഫോം ഓഫ് ദ വേർബാണ് 2 + V1. ഇനി V1 മാത്രമാണ് നമ്മൾ എന്താ പറയുക, ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. ബെയർ ഇൻഫിനിറ്റീവ്. ഓക്കെ, ഇവിടെ ടു സേഫ് ഗാർഡിങ് എന്ന് വേണ്ട, സേഫ് ഗാർഡ് മതി. ലോസ് ആൻഡ് റൂൾസ് ആർ മെയ്ഡ് ടു സേഫ് ഗാർഡ് ആർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ട് അസ്, അല്ലേ. I didn't knew you had gone to Goa for a vacation. I didn't knew എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് ഡിഡ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് എന്തുണ്ട്, അവിടെ പാസ്റ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് വേർബ് ഉണ്ട് അവിടെ, അല്ലേ. ആ വേർബിനകത്ത് പാസ്റ്റ് ടെൻസ് ഉണ്ട്. അതുകൊണ്ട് ഡിഡിൻ്റെ കൂടെ ഒരു കാരണവശാലും പാസ്റ്റ് ടെൻസ് ഫോം ഉപയോഗിക്കരുത്. ഉപയോഗിക്കാൻ ഒറ്റ കാര്യം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ബേസ് ഫോം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്നുകിൽ V2 ഫോം മാത്രം ഉപയോഗിക്കുക. I knew you had gone to അല്ല, അത് നെഗറ്റീവ് ആയതുകൊണ്ട് I didn't, അല്ലേ. I did not അല്ലെങ്കിൽ I didn't know എന്നാണ് പറയുക. V1 ഫോം ഉപയോഗിക്കണം, പാസ്റ്റ് ടെൻസ് ഫോം ഉപയോഗിക്കരുത്. I didn't know you had gone to vacation or gone to Goa for a vacation. Did plus V1. Didn't know. Tired and vexed travelers waiting at the airport for a long time. The tired and vexed travelers waiting at the airport. ഇവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് 100% അറിയാം. പിന്നെ എങ്ങനെ ശരിയാക്കാം? ഫോർ എ ലോങ് ടൈം, അതായത് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഹാവ് ബീൻ വെയിറ്റിംഗ് അറ്റ് ദ എയർപോർട്ട് ഫോർ എ ലോങ് ടൈം. Have been waiting at the airport for a long time. The tired and vexed travelers have been waiting at the airport for a long time. We must plan how we can cope with the present situation. We must plan how we can cope with the present situation.
ഹൗ ക്യാൻ വി അല്ല ഹൗ വി ക്യാൻ. ഞാൻ വായിച്ചത് ഹൗ വി ക്യാൻ എന്നല്ലേ. ഓക്കെ, അതുകൊണ്ടാണ് എനിക്ക് ഈ മിസ്റ്റേക്ക് എന്താ മനസ്സിലായിരുന്നത്. വി മസ്റ്റ് പ്ലാൻ. അതാണ് നമ്മൾ കുറേ വായിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം വായിച്ചിട്ട് സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ നമുക്ക് ഫെമിലിയർ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിൻ കറക്റ്റായിട്ടുള്ള വാക്കേ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള വേർഡ്സെ ഓർഡർ ചൂസ് ചെയ്യും, വായിക്കും, രജിസ്റ്റർ ചെയ്യും. ഇവിടെ വി മസ്റ്റ് പ്ലാൻ ഹൗ വി ക്യാൻ കോപ്പ് വിത്ത് ദ പ്രസന്റ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഹൗ ക്യാൻ വി കോപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് എൻ്റെ ബ്രെയിൻ നേരെ വായിച്ചത് ഹൗ വി ക്യാൻ കോപ്പ് എന്നാണ് പെട്ടെന്ന് വായിച്ചപ്പോൾ. അപ്പോൾ ഹൗ ക്യാൻ വി കോപ്പ് അല്ല, ഹൗ വി ക്യാൻ കോപ്പ് എന്നാണ്. ഈ കോപ്പിൻ്റെ കൂടെ അപ്പ് ചേർക്കരുത്. കോപ്പ് അപ്പ് എന്ന് പറയാൻ പാടില്ല, തെറ്റാണ്. നമ്മളൊരു ജനറൽ ടെൻഡൻസിയാണ് കോപ്പ് അപ്പ് എന്ന് പറയാൻ, ഉപയോഗിക്കരുത്. ഓക്കെ, സോ വി ക്യാൻ കോപ്പ് വിത്ത് ദ പ്രസന്റ് സിറ്റുവേഷൻ. വി മസ്റ്റ് പ്ലാൻ ഹൗ വി ക്യാൻ കോപ്പ് വിത്ത് ദ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയാൻ പാടുള്ളൂ. വി ക്യാൻ കോപ്പ്. അതുപോലെ തന്നെ ഈ WH വേർഡ്സ് വെച്ചിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ മാത്രമേ ആദ്യം ഓക്സിലറി വേർബ് വരാൻ പാടുള്ളൂ, അതിനുശേഷം സബ്ജക്റ്റ് വരും അല്ലേ. അതിനുശേഷം സബ്ജക്റ്റ് വരും. അത് WH വേർഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ മാത്രം ഹൗ ക്യാൻ യു, ഹൗ ക്യാൻ വി. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ അല്ല. ദിസ് ഇസ് നോട്ട് എ ക്വസ്റ്റ്യൻ, ദിസ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് ഇസ് എൻ ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ദിസ് ഇസ് എൻ അസേർട്ടീവ് സ്റ്റേറ്റ്മെൻറ്റ്. അസേർട്ടീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ്, ഹൗ വി ക്യാൻ എന്ന് പറഞ്ഞു. ഹൗ പ്ലസ് ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെയാണ് ഓക്സിലറി വേർബ് വരിക. ഓപ്ഷൻ സ്മോൾ കഫേ അറ്റ് ദി എൻഡ് ഓഫ് ദ റോഡ് ഇസ് ഹർ. സ്മോൾ കഫേ അറ്റ് ദി എൻഡ് ഓഫ് ദ റോഡ് ഇസ് ഹർ അല്ല, ഇസ് ഹേഴ്സ് എന്ന് വേണം. ഹേഴ്സ്, ഇസ് ഹേഴ്സ്. ഓക്കെ, സ്മോൾ കഫേ അറ്റ് ദി എൻഡ് ഓഫ് ദ റോഡ് ഇസ് ഹേഴ്സ്. അവളുടേതാണ്. സെക്കൻഡ്. സമ്മർ, നിങ്ങൾക്ക് ചൂടിൻ്റെ കാര്യമൊക്കെ അറിയാലോ. കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്. അതുകൊണ്ട് ഇതുപോലത്തെ ടൈനി വാട്ടർ ബ്രേക്സ് എടുക്കുക. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. സോയ വൺ ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ റേസ് അൺലെസ് ഷീ സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ. അൺലെസ് ഷീ സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ എന്ന് പറയുമ്പോൾ, അൺലെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇഫ് നോട്ട് എന്നാണ് അർത്ഥം. പക്ഷെ അതിൻ്റെ ഒരു അർത്ഥം, അതിൻ്റെ ഒരു മീനിങ് ഇവിടെ ആവശ്യമില്ല അല്ലേ. സോ സോയ വൺ ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ റേസ് ഈവൻ ദോ ഷീ സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ എന്ന് പറഞ്ഞാൽ അല്ലേ. ഇവിടെ അല്ല, ഓപ്ഷൻ എ. ദോ ഷീ സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ. സോയ വൺ ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ റേസ്. സ്റ്റംബിൾ ചെയ്യാന്ന് വെച്ചാൽ വീണുപോയി, വെച്ചാൽ എന്താ പറയുക, ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിക്കുക എന്നൊക്കെ പറയുന്നത്. സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ, കാല് കൂട്ടി വീണുപോയി, കൂട്ടിയടിച്ച്. ഡു യു മൈൻഡ് ലെൻഡിങ് മീ യുവർ ബുക്ക് ഫോർ എ ആർ. ഈ HOUR എന്ന് പറയുന്നത് ഹവർ അല്ല. HOUR ഇസ് നോട്ട് ഹവർ, ഇറ്റ് ഇസ് ആർ. H സൈലൻ്റ് ആണ്. അപ്പോൾ ഈ സാധനം, ഈ സൗണ്ട് എന്താണ്? ഒരു വവൽ സൗണ്ടാണ്. ഇറ്റ്സ് എ വവൽ സൗണ്ട്. സൗണ്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ ആർട്ടിക്കിള് ഡിസൈഡ് ചെയ്യുക. വവൽ സൗണ്ട് ആണെങ്കിൽ ആൻ എന്ന് പറയും, കോൺസണൻറ്റ് സൗണ്ട് ആണെങ്കിൽ എ എന്ന് ഉപയോഗിക്കും. ഇവിടെ H എന്ന ലെറ്റർ കണ്ടിട്ട് കോൺസണൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് AR എന്ന് പറയരുത്. HOUR അവർ എന്ന് പറയുന്നതിൽ ആ ഇസ് ദ സൗണ്ട്, H is silent, so sound is vowel. An എന്ന് പറയണം, an hour. Do you mind lending me your book for an hour? I've been here for an hour. He loses his tempers on the slightest provocation. Okay. He loses his tempers എന്ന് പറഞ്ഞ ആവശ്യം, ടെമ്പർ എന്ന് പറഞ്ഞാൽ അല്ലേ, ടെമ്പർ on the slightest provocation. Option D. There was enough evidence to convict him on selling of fake medicines. Evidence എന്ന് പറയുന്നത് is uncountable.
എവിഡൻസസ് എന്ന് പറയാൻ പാടില്ല. എവിഡൻസസ് എന്ന് പറയുന്നത് തെറ്റാണ്. പീസസ് ഓഫ് എവിഡൻസ് എന്ന് പറയാം. There was enough evidence to convict him with selling of option B ലാണ് mistake. For selling of, convict him for selling of fake medicines. For selling of fake medicines. On എന്ന് പറയുന്നത് തെറ്റാണ്. ബി പാർട്ടിലാണ് മിസ്റ്റേക്ക്. ഓപ്ഷൻ ബി. ഓക്കെ. Although this is a narrowest street, many large trucks can enter it. ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നില്ല. ദർ ഇസ് നോ കമ്പാരിസൺ ഹിയർ അല്ലേ. ഇവിടെ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിനെ കുറിച്ച് പറയാണ്. ആ സ്ട്രീറ്റ് ഒരു നാരോ സ്ട്രീറ്റ് ആണ്. ഒരു ഇടുങ്ങിയ സ്ട്രീറ്റ് ആണെങ്കിൽ പോലും ഒരുപാട് വലിയ ട്രക്കുകൾ, ലോറികൾ, ട്രക്കുകൾ എൻ്റർ ചെയ്യാൻ സാധിക്കും ട്രക്കുകൾക്ക്. അപ്പോൾ അവിടെ ഒരു സ്ട്രീറ്റിനെ കുറിച്ച് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ആ സ്ട്രീറ്റിനെ കുറിച്ച് പറയുന്നേ ഉള്ളൂ. അല്ലാതെ ആ സ്ട്രീറ്റിനെ മറ്റു സ്ട്രീറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ കമ്പാരറ്റീവ് ഡിഗ്രിയോ സൂപ്പർലേറ്റീവ് ഡിഗ്രിയോ ആവശ്യമൊന്നുമില്ല. Although this is a narrow street എന്ന് പറഞ്ഞാൽ മതി. Although this is a narrow street, many large trucks can enter it. Narrowest street അല്ല, narrow street. The three of them shouted to each other when the train started moving. The three of them shouted out to each other when the train started moving. Shouted at each other. Shouted out at each other. At each other എന്നാ പറയാം. When train started moving. ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും 3 ആളുകൾ. വേറൊരു കാര്യമുണ്ട്, ഈച്ച് അതർ എന്നല്ല പറയാം. ഈച്ച് അതർ എന്നല്ല പറയാം, കാരണം 3 ആളുകളാണ്. നമ്മൾ 2 ആളുകളാണെങ്കിൽ ഈച്ച് എന്ന് പറയാം. ഈച്ച് അതർ. പകരം മോർ ദാൻ 2 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാം? വൺ അനദർ എന്ന് പറയണം. വൺ അനദർ. സോ ഈച്ച് അതർ അല്ല, വൺ അനദർ. At one another. The three of them shouted at one another when the train started moving. This jewelry box is made from silver and is an antique piece. രണ്ട് ക്ലോസ് ഉണ്ട്. ഒന്ന് ജ്വല്ലറി ബോക്സ് മെയ്ഡ് ഫ്രം സിൽവർ ആൻഡ് ജ്വല്ലറി ബോക്സ് ഇസ് എൻ ആന്റിക് പീസ്. ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം എവിടെയാണ്? മെയ്ഡ് ഫ്രം എന്നുള്ളതാണ് പ്രശ്നം. Made of എന്ന് പറഞ്ഞാൽ made of silver. This jewelry box is made of silver and is an antique piece. Antique ആണ്. Made of silver. An 8 years old girl has made this beautiful painting. 8 years old എന്നല്ല പറയാ, നമ്മളോട് 8 year old എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് പറയുന്നത്. ഓപ്ഷൻ എയിലാണ് മിസ്റ്റേക്ക് അല്ലേ. A 48-year-old man. A 48-year-old man എന്നാണ് പറയുക. 48 year, അവിടെ ഇയേഴ്സ് എന്ന് ചേർക്കാൻ പാടില്ല. ഇയേഴ്സ് എന്ന് ചേർത്താൽ തെറ്റാണ്. ഇയേഴ്സ് തെറ്റാണ്. സോ an 8-year-old girl has made this beautiful painting. അപ്പോൾ ഇതിന് ടെൻസ് ഏതാണ്? ചുമ്മാ നോക്കുകയാണെങ്കിൽ ടെൻസ് നമ്മൾ എത്രയും കൂടുതൽ ഫെമിലറൈസ് ചെയ്യാൻ പറ്റുമോ, ഫെമിലർ ആക്കാൻ പറ്റുമോ അത്രയും ഫെമിലർ ആക്കുക ടെൻസുകൾ. ടെൻസ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമെങ്കിൽ എന്താണ്, നമ്മളെ ഗ്രാമർ എത്രയും നമുക്ക് എളുപ്പമായിരിക്കും. ഇതെന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലേ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. An 8-year-old girl has made this beautiful painting. They will be ready leaving for the airport in an hour. They will be ready leaving for the airport in an hour. For the airport in an hour ഇതൊക്കെ കറക്റ്റാണ്. പക്ഷേ റെഡി ലീവിങ് അല്ല, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. റെഡി ലീവിങ് മിസ്റ്റേക്ക് ഉണ്ട്. റെഡി ടു ലീവ് ഫോർ. റെഡി ടു ലീവ് ഫോർ ദി എയർപോർട്ട് ഇൻ an hour. The airport in an hour. Option D. 3 hours will have passed when the bell will ring. When the bell will ring. ഇതൊരു തരത്തിൽ കണ്ടീഷണൽ ക്ലോസ് ആണ് അല്ലേ. കണ്ടീഷണൽ ക്ലോസ് ആണ്. സോ കണ്ടീഷണൽ ക്ലോസിൽ വില്ല് ഉപയോഗിക്കാൻ പാടില്ല അല്ലേ. നോ ഫ്യൂച്ചർ ടെൻസ്. നോ ഫ്യൂച്ചർ ടെൻസ് പോസിബിൾ. സോ വെൻ ദ ബെൽ റിങ്സ്. വെൻ ദ ബെൽ റിങ്സ് എന്ന് പറയും. ഓപ്ഷൻ എ.
Did you told him about the new plot that you have bought? Did you told him? Did plus V1 മാത്രമേ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ V2 പാസ്റ്റ് ടെൻസ് ഫോം മാത്രം പറയാം. ഒന്നുകിൽ did plus V1 പറയാം, അല്ലെങ്കിൽ V1 അല്ലെങ്കിൽ ബേസ് ഫോം പറയാം, അല്ലെങ്കിൽ V2 പാസ്റ്റ് ടെൻസ് ഫോം മാത്രം പറയാം. സോ did you told him എന്ന് പറയുന്നത് തെറ്റാണ്. ഡിഡിൻ്റെ കൂടെ ഒരു കാരണവശാലും പാസ്റ്റ് ടെൻസ് ഫോം ഉപയോഗിക്കാൻ പാടില്ല. Did you tell him about the new plot that you have bought? Option A. No one informed me that you would be absent. You would be absent. Would കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം പാസ്റ്റ് ടെൻസ് ആണ്. സോ നോ വൺ ഇൻഫോംഡ് മീ. ഇൻഫോംഡ് എന്ന് വേണം പറയാൻ. ആരും എന്നോട് പറഞ്ഞിരുന്നില്ല. നിങ്ങൾ ആബ്സെൻ്റ് ആയിരിക്കുമെന്ന് ആരും എന്നോട് പറഞ്ഞിരുന്നില്ല. നോ വൺ ഇൻഫോംഡ് മീ. എന്നെ അറിയിച്ചിരുന്നില്ല. എന്നോട് അല്ലെങ്കിൽ എന്നെ അറിയിച്ചിരുന്നില്ല. Having been a student activist once, a politician never forget those days. Having been a student activist once. ഇത്രയും പറഞ്ഞിരിക്കുന്നത് ഈ സെൻറ്റൻസിൻ്റെ ഒരു പ്രൊലോഗാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ബിഗിനിങ് മാത്രമാണ്. അല്ലെങ്കിൽ ബിഗിനിങ് എന്നല്ല, ഒരു ഫ്ലാഷ് ബാക്ക് എന്നൊക്കെ രീതിയിൽ അല്ലേ, ഒരു ബിൽഡപ്പ് മാത്രമാണ്. സെൻറ്റൻസ് ബിഗിൻ ചെയ്യുന്നത് എവിടെയാണ്? എ പൊളിറ്റീഷ്യൻ. എ പൊളിറ്റീഷ്യൻ എന്നിട്ട് ഇവിടെ ബിഗിൻ ചെയ്യുന്നത്. ആ പൊളിറ്റീഷ്യൻ ആണ് നമ്മുടെ സബ്ജക്റ്റ്. സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റീഷ്യനാണ്. സോ എ പൊളിറ്റീഷ്യൻ നെവർ ഫൊഗെറ്റ് അല്ല, എന്താ വേണ്ടത്, സിംഗുലർ ആയതുകൊണ്ട് forgets those days എന്നാണ് പറയാം. forgets those days. Option B. forgets these days. Prasad recalled that meeting people have been recalled that meeting people have been a part of his life as a student activist. Prasad recalled that meeting people എന്ന് പറയുന്ന ഒരു അല്ലേ, ആളുകളെ മീറ്റ് ചെയ്യുന്നൊരു പ്രവണത അല്ലെങ്കിൽ ചെയ്യുന്നൊരു പ്രവൃത്തി, ആ പ്രവൃത്തി ഒരു സ്റ്റുഡൻറ് ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ അവൻ്റെ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഓക്കെ, ആയിട്ടുണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഹാവ് ബീൻ ആയിട്ടുണ്ട്, അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, പക്ഷെ എന്താണ് ഈ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്? പ്രവൃത്തി സിംഗിളാണ്. സോ ഹാസ് ബീൻ എന്ന് പറയുന്നത്. പിന്നീട് സിംഗുലർ വേർബ്, ദാറ്റ് ഇസ് ഹാസ് ബീൻ എ പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. ഹാസ് ബീൻ എ പാർട്ട് ഓഫ് ഹിസ് ലൈഫ് ആസ് എ സ്റ്റുഡൻറ് ആക്ടിവിസ്റ്റ്. ഇവിടെ ഓപ്ഷൻ എ. We have sufficient food and clothing about the flood victims in Kerala. Sufficient food and clothing about the flood. About അല്ല, എന്താ പറയുക അവിടെ, for the flood victims അല്ലേ, for the flood victims. ഫ്ലഡ് വിക്ടിംസിനായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഫുഡും ക്ലോതിങ്ങും ഉണ്ട്. ഓർ about അല്ല. നമ്മൾ ഈ CLOTHS ക്ലോത്ത്സ് എന്ന് പറയും. ക്ലോത്ത്സ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ എന്താണ്, പിന്നെ വസ്ത്രങ്ങളാണ്. വസ്ത്രങ്ങളെക്കുറിച്ചാണ് ക്ലോത്ത്സ് പറയുക. വസ്ത്രങ്ങൾ എന്ന് പറയുന്ന ബഹുവചനമാണ്, പ്ലൂറലാണ് ക്ലോത്ത്സ്. അപ്പം ക്ലോത്ത്സ് എന്ന് തന്നെ പറയണം. പക്ഷെ ഒരു കഷ്ണം തുണീനെ നമ്മൾ എന്താ പറയുക, ഒരു ടേബിള്, ഒരു മേശ ഉടയ്ക്കുന്ന തുണീനെ നമ്മൾ CLOTH, അതിനെ ക്ലോത്ത് എന്ന് പറയണം. ക്ലോത്ത് അല്ല, ക്ലോത്ത്. CLOTH, ക്ലോത്ത് എന്നാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. ക്ലോത്ത്. എവറിത്തിങ് ഹാസ് ബിക്കം വെരി എക്സ്പെൻസീവ് ദീസ് ഡേയ്സ്. കണ്ടില്ലേ, നമുക്കങ്ങനെ വായിക്കാൻ പറ്റില്ല. എവറിത്തിങ് ഹാസ് ബിക്കേം എന്ന് പറയുന്നത് അവിടെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മിസ്റ്റേക്ക് വരും. എവറിത്തിങ് ആണ് ഇവിടെ സബ്ജക്റ്റ് അല്ലേ. എവറിത്തിങ് ഇസ് എ സബ്ജക്റ്റ്, ദാറ്റ് ഇസ് എൻ ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ്. അത് സിംഗുലർ ആണ്. അതുകൊണ്ട് ഹാസ് എന്ന് പറയും. കറക്റ്റാണ്. ഹാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നു. പക്ഷേ ഇവിടെ ടെൻസ് എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ടെൻസ് വരുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വരുമ്പോൾ എന്താണ് നമ്മൾ വേർബിൻ്റെ ഏത് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക? V3 ഫോം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിക്കുക. സോ ഹാസ് ബിക്കം എന്നാണ് പറയുക അല്ലേ. ഇപ്പോൾ കം എന്ന് പറയുന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം എന്ന് പറയുന്നത് കേമാണ്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കം തന്നെയാണ്, COME. അതുപോലെ തന്നെ ബിക്കം പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ബിക്കേം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്നത് ബിക്കം. സോ എവറിത്തിങ് ഹാസ് ബിക്കം വെരി എക്സ്പെൻസീവ് ദീസ് ഡേയ്സ്. ഹാസ് ബിക്കം. ഓപ്ഷൻ ബി.
My friend has started a restaurant in a wooden big building in Manali. Wooden big building. Big wooden building ആയിരിക്കണം അല്ലേ. ആദ്യം നമ്മൾ ബിഗ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുക അല്ലേ. സൈസിനെ കുറിച്ചാണ് ആദ്യം പറയുക, അതിനുശേഷം മെറ്റീരിയൽ. നമ്മൾ കോർഡിനേറ്റ് ആഡ്ജക്റ്റീവ്സിനെ പറ്റി പഠിച്ചപ്പോൾ കോർഡിനേറ്റ് ആഡ്ജക്റ്റീവ് എന്താണ്? ഒരൊറ്റ സിംഗിൾ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ ആഡ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനെ എല്ലാം കോർഡിനേറ്റ് ആഡ്ജക്റ്റീവ് എന്ന് പറയും. ഈ കോർഡിനേറ്റ് ആഡ്ജക്റ്റീവിന് പ്രത്യേക തരത്തിലുള്ള ഓർഡർ ഉണ്ട്. നമ്മൾ ആഡ്ജക്റ്റീവ്സിൻ്റെ സെഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, അത് നാളെ നമ്മൾ സെഷൻ വെക്കുന്നുണ്ട്. നാളെ ആഡ്ജക്റ്റീവ്സിൻ്റെ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ക്ലാസ് ആണ്. നിങ്ങൾ ഓൾറെഡി ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ റിപ്പീറ്റ് ക്ലാസ് ഒന്നാണ് എടുക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ പ്ലേലിസ്റ്റിൽ പോവുക, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഡ്ജക്റ്റീവ്സിൻ്റെ സെഷനിൽ പറയുന്നുണ്ട് കോർഡിനേറ്റ് ആഡ്ജക്റ്റീവ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഓർഡർ ഉണ്ട്. ആ ഓർഡർ എങ്ങനെയാണ്? ആദ്യം സൈസ് വരണം, പിന്നെ മെറ്റീരിയൽ വേണം. ബിഗ് മെറ്റീരിയലാണ് വുഡൻ അല്ലേ. സോ ബിഗ് വുഡൻ ബിഗ് ബിൽഡിംഗ്, സോറി ബിഗ് വുഡൻ ബിൽഡിംഗ്, ബിഗ് വുഡൻ ബിൽഡിംഗ് എന്ന് വേണം പറയാം. ഓപ്ഷൻ ബി. ആഡ്ജക്റ്റീവ്സിൻ്റെ ഓർഡറിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓർഡർ തെറ്റിയ ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്ക് ആവും, grammatical error. Most of the work of this NGO are of little benefit to the disadvantages. Most of the work of this NGO are of little benefit to the disadvantages alla. Disadvantaged no alla. Disadvantaged എന്നാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അല്ലേ. ഈ NGO ചെയ്യുന്ന അവർ ചെയ്യുന്ന ജോലികളൊന്നും കാര്യമായിട്ട് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് ബെനിഫിറ്റ് മാത്രമേ, കുറച്ചൊന്നുമില്ല, ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. ആർക്ക്? ഡിസഡ്വാൻറ്റേജ്ഡ് എന്ന് വെച്ചാൽ ഡിസഡ്വാൻറ്റേജ്ഡ് പീപ്പിൾ. ഇപ്പോൾ ഡിസഡ്വാൻറ്റേജ്ഡ് എന്ന് പറയുമ്പോൾ ഡിസഡ്വാൻറ്റേജ്ഡ് പീപ്പിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, ആർ ഓഫ് ലിറ്റിൽ ബെനിഫിറ്റ് എന്ന് പറയും. ഈ ലിറ്റിൽ ബെനിഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലിറ്റിൽ എന്നും ലിറ്റിൽ എന്നും പറയുന്നത് ഡിഫറെൻ്റ് ആണ് അല്ലേ. തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കര ഡിഫറൻസ് ആണ്. കാരണം ലിറ്റിൽ എന്ന് മാത്രം പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, വെച്ചാൽ ഒന്നുമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലിറ്റിൽ ബെനിഫിറ്റ്, ആർ ഓഫ് ലിറ്റിൽ ബെനിഫിറ്റ് എന്നാൽ ബെനിഫിറ്റ് ഇല്ല എന്നർത്ഥം. പക്ഷേ ആർ ഓഫ് ലിറ്റിൽ ബെനിഫിറ്റ് ടു ദ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചാണെങ്കിലും അവിടെ കുറച്ച് ബെനിഫിറ്റ് ഉണ്ട് എന്നാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ലിറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ വർക്ക് ഓഫ് ദിസ് NGO ആർ ഓഫ് ലിറ്റിൽ ബെനിഫിറ്റ് ടു ദ ഡിസഡ്വാൻറ്റേജ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ കിഡ്നി ഇൻ ദ ബോഡി? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ കിഡ്നി ഇൻ ദ ബോഡി? ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്, നോ എറർ ആണ്. ദ ഫംഗ്ഷൻ എന്ന് പറയാം, ദ കിഡ്നി എന്ന് പറയാം, ഇൻ ദ ബോഡി എന്ന് പറയാം. ഓപ്ഷൻ ഡി. Rohit did not come. അല്ലേ, വീണ്ടും Rohit did not came to the office because he got held up due to the heavy rains. Held up. Sorry, ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഹോൾഡ് അപ്പ്. ഹോൾഡ് അപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ് ഹെൽഡ് അപ്പ്. ഹോൾഡ് അപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അല്ലേ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. ഇവിടെ എന്താ പറ്റിയ? ഹെൽഡ് അപ്പ്, ഗോട്ട് ഹെൽഡ് അപ്പ് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റക്കായിപ്പോയി, ലോക്കായിപ്പോയി അല്ലേ. സോ റോഹിത് ഡിഡ് നോട്ട് കെയിം. ഡിഡിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസ് ഫോം ഉപയോഗിക്കാൻ പാടില്ല. കം ടു ദ ഓഫീസ്. ഡിഡ് നോട്ട് കം ടു ദ ഓഫീസ് ബിക്കോസ് ഹി ഗോട്ട് ഹെൽഡ് അപ്പ് ഡ്യൂ ടു ദ ഹെവി റെയിൻസ്. Did not come. Everybody is waiting to see whether the new leadership has effect some changes soon in the party. Okay. ഇപ്പോഴാണ് ഓക്കെ. എവറിബഡി ഈസ് വെയിറ്റിംഗ് ടു സീ വെദർ ദ ന്യൂ ലീഡർഷിപ്പ് ഹാസ് ഇഫക്റ്റ് എന്നല്ല അവിടെ, വിൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഹാസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇതിന് മുന്നത്തെ സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അതായത് വിൽ ഇഫക്റ്റ് എന്നാ പറയാം, അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ഈ ഹാസ് മാറ്റിയിട്ട് വില്ലാക്കിയാൽ മതി. വിൽ ഇഫക്റ്റ് സം ചേഞ്ചസ് സൂൺ ഇൻ ദ പാർട്ടി. വിൽ ഇഫക്റ്റ് സം ചേഞ്ചസ് സൂൺ ഇൻ ദ പാർട്ടി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇഫക്റ്റ് ചെയ്യുക എന്നർത്ഥം. ഇഫക്റ്റ്, എഫക്റ്റ് അല്ല, ഇഫക്റ്റ്. EFFECT എന്ന് വെച്ചാൽ ടു മേക്ക് തിങ്സ് ഹാപ്പൻ എന്നർത്ഥം. ടു മേക്ക് തിങ്സ് ഹാപ്പൻ.
ഒരു കാര്യം നടപ്പിലാക്കുക എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ഇഫക്റ്റ് എന്നർത്ഥം. EFFECT ടു ഇഫക്റ്റ് മീൻസ് ടു മേക്ക് തിങ്സ് ഹാപ്പൻ എന്നർത്ഥം. സോ എവറിബഡി ഈസ് വെയിറ്റിംഗ് ടു സീ വെദർ ദ ന്യൂ ലീഡർഷിപ്പ് വിൽ ഇഫക്റ്റ് സം ചേഞ്ച് സൂൺ ചേഞ്ചസ് അല്ലേ. അതായത് ഇഫക്റ്റിൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കണം. രണ്ടും ഒരേ അർത്ഥമല്ല. ഈ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് നൗൺ ഫോമും ഉണ്ട്, വേർബ് ഫോമും ഉണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വേർബ് ഫോമാണ് അല്ലേ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വേർബ് ഫോമാണ്. ഈ നൗൺ ഫോം എന്ന് പറയുമ്പോൾ ഇഫക്റ്റ് എന്താണ്? പ്രത്യാഘാതം അല്ല, അതിൻ്റെ ഒരു കാരണമല്ല, അതിൻ്റെ ഇഫക്റ്റ്, റിയാക്ഷൻ, പ്രത്യാഘാതം എന്ന് പറയും, കോൺസിക്വൻസ്. വേർബായിട്ട് പറയുമ്പോൾ ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് ടു മേക്ക് തിങ്സ് ഹാപ്പൻ. ടു മേക്ക് തിങ്സ് ഹാപ്പൻ എന്ന് പറയുന്നത് വേർബായിട്ടുള്ള വേർബ് എന്നതിൻ്റെ മീനിങ് ആണ്. ടു ഇഫക്റ്റ്. എഫക്റ്റ് ചെയ്യാൻ വേർബ് മാത്രമേ ഉള്ളൂ. ബാധിക്കുക അല്ലേ, സാരമായിട്ട് ബാധിക്കുക എന്നൊക്കെ പറയുമ്പോൾ എഫക്റ്റ്. സോ ഓപ്ഷൻ will affect some changes. The social media department is headless at the moment and many are vying to the post. Or many are vying to the post എന്നല്ല പറയാം. വൈ എന്ന് വെച്ചാൽ അർത്ഥം vying. VYING എന്ന് വെച്ചാൽ എന്താർത്ഥം? പിന്നെ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. To try for something. So vying for എന്നാ പറയാം. Vyingൻ്റെ കൂടെയുള്ള preposition is not to, it is for. Vying for the post. Options. Okay. They made her as a chairperson of their company. അതായത് make പിന്നെ consider അല്ലേ, പോയിന്റ്, ഇതിൻ്റെ ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പാടില്ല? ആസ് ചേർക്കാൻ പാടില്ല അല്ലേ. ആസ്, ദ വേർഡ് ആസ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് അലോങ് വിത്ത് ദീസ് വേർബ്സ്. മേക്ക്, കൺസിഡർ, അപ്പോയിന്റ് അല്ലേ. സോ മെയ്ഡ് ഹർ ദ ചെയർപേഴ്സൺ ഓഫ് ദ ബാങ്ക്. ആസ് എന്ന് പറയുന്നത് തെറ്റാണ്. ആസ് ഇസ് റോങ്. ആസ് പറയുന്നത് തെറ്റാണ്. They can't hardly believe that Article 370 is no longer valid in Jammu and Kashmir. They can't hardly believe that Article 370 is no longer valid. അപ്പോൾ ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നെഗറ്റീവ് ഉണ്ട് അല്ലേ, ഒരു നോട്ട് നെഗറ്റീവ് അതിൻ്റെ അകത്തുണ്ട്. സോ അവിടെ അതിൻ്റെ കൂടെ വീണ്ടും നോട്ട് കനോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. They can hardly believe that Article 370 is no longer valid in Jammu and Kashmir. Option D. I was surprised to see Avika could write such good poems in Hindi. I was surprised to see as Avika could write such good poems in Hindi. See that is not there. As in varam, I was surprised to see that Avika could write. Option A. ദാറ്റിനെക്കാളും ദാറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹൗ എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ലേ. ഐ വാസ് സർപ്രൈസ് ടു സീ ഹൗ അവിക കുഡ് റൈറ്റ് സച്ച് ഗുഡ് പോയംസ് ഇൻ ഹിന്ദി. ഗുഡ് പോയംസ് ഇൻ ഹിന്ദി. ഒരു ഡ്രിങ്ക് വാട്ടർ ബ്രേക്ക് കൂടെ വേണം. Organizing World Cup matches in England imply that rains can be a constant threat. ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആരാണ്? ഓർഗനൈസിങ് വേൾഡ് കപ്പ് മാച്ചസ് ഇൻ ഇംഗ്ലണ്ട്. ഇതാണ് സബ്ജക്റ്റ് അല്ലേ, ഇതാണ് സബ്ജക്റ്റ്. ദിസ് ഇസ് ദ സബ്ജക്റ്റ്. ഓക്കെ, അവിടെ ഇംപ്ലൈ എന്ന് പറ്റില്ല അല്ലേ, അത് സിംഗിളറാണ്. സോ ഇംപ്ലൈസ് എന്ന് വേണം. ഇംപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? സൂചിപ്പിക്കുന്നത് അല്ലേ, സൂചിപ്പിക്കുന്നതാണ്. സോ ഇംപ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എസ് ഫോം ഓഫ് ദ വേർബ് ആണ്. കാരണം ബിക്കോസ് സബ്ജക്റ്റ് എന്താണ്? വാട്ട് ഇസ് ദ സബ്ജക്റ്റ് ഓഫ് ദ സെന്റൻസ്? സബ്ജക്റ്റ് ഇസ് ഓർഗനൈസിംഗ് വേൾഡ് കപ്പ് മാച്ചസ് ഇൻ ഇംഗ്ലണ്ട്. ഓർഗനൈസിംഗ് വേൾഡ് കപ്പ് മാച്ചസ് ഇൻ ഇംഗ്ലണ്ട്. സോ ഇംപ്ലൈസ് ദാറ്റ് റെയിൻസ് ക്യാൻ ബി എ കോൺസ്റ്റന്റ് ത്രെറ്റ്. ഓപ്ഷൻ ബി.
Wealth creators are essential for money to be distributed in the economy. അവിടെ to be distributed ആണ്. ഈ ബി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? V1 ഫോം ഓഫ് ദ വേർബ് ആണ്. ഓക്കെ, സോ 2 + V1. അതായത് ഇവിടെ essential for money to be distributed. അല്ല, ഇത് പാസീവ് വോയിസിലാണ് വരേണ്ടത്. മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം, ഇക്കോണമിയിൽ മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എന്ന് പറയും. സോ ഫോർ മണി ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഇക്കോണമി. ഓപ്ഷൻ എ. Despite incessant rains, she is the only one who planned to attend the meeting at the ministry. Despite incessant rains, she is the only one who. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓക്കെ, ഹു പ്ലാൻസ് എന്ന് പറയേണ്ടി വരും അല്ലേ? ഓപ്ഷൻ ബി, ബിയിലാണ് മിസ്റ്റേക്ക്. ഹു പ്ലാൻസ് അല്ലെ, വൺ ഹു പ്ലാൻസ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് അറ്റ് ദ മിനിസ്ട്രി. പ്ലാൻസ് കാരണം ഷീ ഇസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ് ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടില്ല. പ്ലാൻ ചെയ്യുന്നത് അവൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നത് അവൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവർ മാത്രമേ ഉള്ളൂ എന്ന ഉദ്ദേശിച്ചു. ഷീ ഈസ് ദ ഓൺലി വൺ ഹു എന്ന പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ refers to this antecedent. One is singular, so it should be plans. Option B. I am going to a holiday to Panchmukhi tomorrow. Going ഈ ഹോളിഡേക്ക് പോവാന്ന് പറയുമ്പോൾ ഗോയിങ് ഓൺ എ ഹോളിഡേ എന്ന് പറയാം. ഗോയിങ് ടു എ ഹോളിഡേ അല്ല, ഗോയിങ് ഓൺ എ ഹോളിഡേ. ഗോയിങ് ഓൺ എ ഹോളിഡേ ടു പഞ്ച്മുഖി. ഓപ്ഷൻ He switched on the TV to listening to the speech of the PM on the Independence Day. He switched on the TV to listen to the speech. To listening alla, to listen to the speech of the PM on the Independence Day. Options. നമുക്ക് അവിടെ എന്തിൻ്റെ ആവശ്യമില്ല. 2 + ing ഫോം വേണ്ട. 2 + V1 ആണ് വേണ്ടത് അല്ലേ? 2 + V1 ആണ് വേണ്ടത്. 2 + V1. So to listen to the speech. In order for he to attend the meeting, he needs to prepare exhaustive notes. Okay. In order for he അല്ല, for him. In order for him to attend the meeting. അവിടെ objective form of the pronoun വേണം. So objective pronoun വേണം. In order for him to meeting. അവന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ. സോ അവന് എന്ന് പറയുമ്പോൾ ഹിം വേണം. In order for him to attend the meeting. For he എന്ന് പറയുന്നത് എന്താണ്? He is subjective, him is objective. Over the years, the writer Amish has evolved to what millions of youngsters aspire to be today, an intellectual. Okay, ഇതൊക്കെ കറക്റ്റാണ്. ഓവർ ദ ഇയേഴ്സ് കറക്റ്റാണ്. ദി റൈറ്റർ അമിഷ് ഹാസ് ഇവോൾവ്ഡ് കറക്റ്റാണ്. ടു വാട്ട് മില്യൺസ് ഓഫ് യങ്സ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആസ്പയേഴ്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ? ആസ്പയേഴ്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ആസ്പയർ തന്നെ. അവിടെ സിമ്പിൾ ഫോം ഓഫ് ദ വേർബ് ഉപയോഗിച്ചാൽ മതി. വാട്ട് മില്യൺസ് ഓഫ് യങ്സ്റ്റേഴ്സ് ആസ്പയർ ടു ബി ടുഡേ ആൻ ഇന്റലക്ച്വൽ. ഓപ്ഷൻ. Each film will be checked by a government appointed censor board along public exhibition. അതായത് പബ്ലിക് എക്സിബിഷൻ, പബ്ലിക്കിനെ എക്സിബിറ്റ് ചെയ്യുന്നതിനെക്കാട്ട് മുമ്പായിട്ട്. സോ അലോങ് എന്നല്ല പറയാം, എന്താ പറയുക? ബിഫോർ എന്ന് പറയും. ബിഫോർ പബ്ലിക് എക്സിബിഷൻ. Option A. It is be said that in 2019 the Indian stock market will fall drastically and we can expect that fall very soon. Will fall. അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫോൾ ചെയ്യും അല്ലെ? വിൽ ഫോൾ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് വി ക്യാൻ എക്സ്പെക്ട്. ക്യാൻ ആണ്. അപ്പോൾ ഈ പറയുന്ന സാധനം സംഭവിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇറ്റ് ഇസ് ബി സെഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് said that in 2019. ഇത് 2019 മുന്നേ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ വന്ന എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഇൻ 2019 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വിൽ ഫോൾ ഡ്രാസ്റ്റിക്കലി. അതായത് എന്താണ് പറയപ്പെടുന്നത്? 2019 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ താഴോട്ട് പതിക്കും അല്ലേ? സോ നമുക്കത് പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇറ്റ് ഇസ് ബി സെഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് ബീൻ സെഡ്. സോറി, ഇറ്റ് ഇസ് സെഡ് എന്ന് പറഞ്ഞാൽ മതി. Two American cities witnessed shooting and resulting in mass
fatalities over the weekend. Witnessed shooting that resulted in, and resulting alla, that resulted in mass fatalities. Option D. Instead of helping a mother at the kitchen, Rekha was on a mobile talking to a friend. At the kitchen, in the kitchen എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിൽഡിങ്ങിനകത്തുള്ള ഒരു റൂമിനെ കുറിച്ച്, റൂമിൽ എന്ന് പറയുമ്പോൾ ഇൻ ദ കിച്ചൺ, ഇൻ ദാറ്റ് റൂം എന്ന് പറഞ്ഞാൽ ഇൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ ആറ്റ് അല്ലാതെ ആറ്റ് അല്ല. Instead of helping her mother in the kitchen, Rekha was on her mobile talking to a friend. Please go out and check if it is yet raining. If it is yet raining, അല്ല എന്താ പറയുക, still raining എന്ന് വേണം പറയാം. Please go out and check if it is still raining. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യൂ. It was a really bad movie, a worst movie I have ever seen in my life. I have ever seen in my life. ഞാൻ കണ്ടതിൽ വെച്ച്, അല്ലേ, ഞാൻ കണ്ടതിൽ, എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് എന്ന് പറയുമ്പോൾ അവിടെ എന്താ വേണ്ടത്, സൂപ്പർലേറ്റീവ് ആണ്, അല്ലേ. വളരെ മോശം സിനിമയാണ്. വളരെ മോശം സിനിമ എന്ന് മാത്രമല്ല, ഞാൻ കണ്ടതിൽ വെച്ച്, എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം സിനിമ. അപ്പോൾ ഏറ്റവും എന്ന് പറയുമ്പോൾ സൂപ്പർലേറ്റീവ് ആണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി. വേഴ്സ് എന്നല്ല, വേഴ്സ് മീൻസ് കമ്പാരിറ്റീവ് ആണ്. വേഴ്സ്റ്റ്, ഓക്കെ, വേഴ്സ്റ്റ് മൂവി. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ആകുമ്പോൾ എന്ത് വേണം, ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ്. ദ വേഴ്സ്റ്റ് മൂവി ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ്, അല്ലേ. ഇറ്റ് വാസ് എ റിയലി ബാഡ് മൂവി, ദ വേഴ്സ്റ്റ് മൂവി ഐ ഹാവ് എവർ സീൻ മൈ ലൈഫ്. വേഴ്സ് അല്ല, ദ വേഴ്സ്റ്റ്. Found in many parts of India, the frangipani tree is a small, low-branching tree which is especially used for several medicinal purposes. അവിടെ എന്താ വേണ്ടത്, അവിടെ നമുക്ക് യൂസ്ഡ് എന്ന് പറയുന്ന വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ആഡ് വേർബിന് ആവശ്യമുണ്ട്. ആഡ് വേർബ്. എസ്പെഷ്യലി യൂസ്ഡ് ഫോർ സെവറൽ മെഡിസിനൽ purposes. A recent government report highlights that the shortage of teachers in higher educational institutions is greater than that in countries like China, Brazil, Sweden and Russia. എന്തായാലും ഹൈലൈറ്റ് എന്നുള്ളത് തെറ്റാണ്. ഹൈലൈറ്റ് എന്നുള്ളത് തെറ്റാണ്. ഓപ്ഷൻ എ, അല്ലേ. സോറി, ഇവിടെ ചെറിയ ഫോർമാറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ, ഇത് ചെയ്യാൻ. റീസെന്റ് ഗവൺമെന്റ് റിപ്പോർട്ട് ഹൈലൈറ്റ്സ് എന്ന് വേണം, അല്ലേ. ഹൈലൈറ്റ്സ് എന്ന് വേണം. കാരണം എന്താണ്, ഇവിടെ പാസ്റ്റ് ടെൻസ് ഹൈലൈറ്റഡ് എന്ന് പറയാൻ കാരണം എന്താണ്, പറയാതിരിക്കാൻ കാരണം എന്താണ്, കാരണം ഇവിടെ ഇസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റീസെന്റ് ഗവൺമെന്റ് റിപ്പോർട്ട് ഹൈലൈറ്റഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹൈലൈറ്റ്സ് ദാറ്റ് ദ ഷോർട്ടേജ് ഓഫ് ടീച്ചേഴ്സ്. ഹൈലൈറ്റ്സ് എന്നായിരിക്കണം, കാരണം ദിസ് ഷുഡ് ബി എസ് ഫോം ഓഫ് ദ വേർബ് ആയിരിക്കണം, ബിക്കോസ് സബ്ജക്റ്റ് ഇസ് എ റിപ്പോർട്ട്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് റിപ്പോർട്ടാണ്. റീസെന്റ് ഗവൺമെന്റ് റിപ്പോർട്ട് ഹൈലൈറ്റ്സ് ദാറ്റ് shortage of teachers in higher education institutions is greater than that of countries like China, Brazil, Sweden, Russia. Their house aren't very big, but their garden is. Okay, their house aren't എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഈ their എന്നാണ് പറയുന്നതെങ്കിലും സബ്ജക്റ്റ് എന്താണ്, ഹൗസ് ആണ്, അത് സിംഗുലർ ആണ്. സബ്ജക്റ്റ് ഹൗസ് സിംഗുലർ ആണ്. സോ ഹൗസ് എന്ന് പറയുമ്പോൾ isn't very big എന്ന് പറഞ്ഞാൽ മതി. isn't very big അവിടെ സിംഗുലർ വേർബ് ആയിട്ടുള്ള is മതി. ബട്ട് their garden is, പലർക്കും they are അതും their തമ്മിൽ മിക്സ് ആയി പോകാറുണ്ട്. ദേ അപ്പോസ്ട്രോഫി ആർ എന്ന് വെച്ചാൽ ദേ ആർ എന്നർത്ഥം. ദേ ആർ, ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്, രണ്ടും രണ്ടാണ്. ദിസ് ഇസ് ദേ ആർ, മറ്റേതാണ് അവരുടെ എന്നാണ്. ദ്യാർ എന്നാണ്, അവരുടെ. ഓക്കെ, അവരുടെ. അതുപോലെ തന്നെ പലർക്കും ഈ പ്ലൂറൽ നൗൺസ് എഴുതാറില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഹൗസ് ആണെങ്കിൽ ഐ ഹാവ് 3 ഹൗസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പലരും പറയുന്നത് ഐ ഹാവ് 3 ഹൗസ് അപ്പോസ്ട്രോഫി എസ് എന്ന് പറഞ്ഞോളൂ. അത് എന്തിനാണ് അങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല. ഹൗസസ് എന്ന് പറയേണ്ട ആവശ്യമില്ല.
അത് തെറ്റാണ്, പൊട്ടത്തെറ്റാണ്. നമുക്ക് ഹൗസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പോസ്ട്രഫിൻ്റെ ആവശ്യം എന്താണ്? ES എന്നിട്ടാൽ മതി അല്ലേ? I have 3 houses എന്ന് പറഞ്ഞാൽ മതി. I have 3 houses, that's enough. ഒരിക്കലും പ്ലൂറൽ പറയുമ്പോൾ അപ്പോസ്ട്രഫി ഇടാൻ പാടില്ല, അപ്പോസ്ട്രഫി ഇടേണ്ട ആവശ്യമില്ല. അപ്പോസ്ട്രഫി എപ്പോഴാണ് ഇടേണ്ടത്? പോസസീവിൻ്റെ കേസിൽ മാത്രം ഇടാൻ പാടില്ല. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഇസ്ൻറ്റ് വെരി ബിഗ്, ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം ക്ലാസ്. നമ്മൾ 1 hour കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ നമ്മളൊന്ന് 60 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ചോദ്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്, നമുക്കത് ഡിസ്കസ് ചെയ്യാം അടുത്ത സെഷനിൽ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സൈൻ ഓഫ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ ഓൾ ഓഫ് യു. ബൈ, സീ യു നെക്സ്റ്റ് ക്ലാസ്.